ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കുറച്ച് എംബ്രോയ്ഡറികളിൽ നിന്നും ഒരു 11 എംബ്രോയ്ഡറിയാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കൈത്തയിലിടുമ്പോൾ യൂസ് ചെയ്യുന്ന അതേ സ്റ്റിച്ച് തന്നെയാണ്. പിന്നീട് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ആദ്യം കുത്തിയെടുത്തിട്ട് വീണ്ടും ഈ റണ്ണിങ് സ്റ്റിച്ച് പോലെ ചെയ്ത് എടുത്ത ശേഷം പുറകിലോട്ട് വന്നിട്ട് നമ്മൾ ആദ്യം കുത്തിയ ഭാഗത്തുനിന്ന് വീണ്ടും കുത്തി ഒരിത്തിരി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കുത്തിയെടുക്കുക. വീണ്ടും ഇതിൻ്റെ പുറകിലോട്ട് കുത്തി വീണ്ടും ഫ്രണ്ടിലോട്ട് എടുക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ബീഡ്സ് വർക്ക് ചെയ്യുമ്പോഴാണ്. ബീഡ്സൊക്കെ നല്ല ടൈറ്റായിട്ട് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്ക് സ്റ്റിച്ച് അറിയാമെങ്കിൽ നമ്മുടെ ബീഡ്സൊക്കെ അടിപൊളിയായിട്ട് ഡ്രസ്സിലേക്ക് നമുക്ക് തുന്നിപ്പിടിപ്പിക്കാൻ പറ്റും. പിന്നീട് മൂന്നാമത്തേതാണ് സ്റ്റെം സ്റ്റിച്ച്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഏകദേശം ഇതേപോലത്തെ രീതിക്കാണ്. ആദ്യം കുത്തിയെടുത്തിട്ട് കുറച്ച് അകലെ കുത്തി നടുവിലോട്ടൊന്ന് പൊക്കിയെടുക്കുക. നേരത്തെയൊക്കെ ഇത്രയും ഗ്യാപ്പ് ഇട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഇത് പക്ഷേ ഗ്യാപ്പ് വേണ്ടത് നടുവിലോട്ടൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും കുറച്ച് അകലത്തോട്ട് കുത്തി ഈ തച്ചതിൻ്റെ ബാക്ക് വശത്ത് ചേർത്തെടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് കുറച്ച് അകലത്ത് കുത്തിയിട്ട് നടുവിലോട്ട് എടുക്കേണ്ടത്. ബാക്കിയെല്ലാം കുറച്ച് അകലം വെച്ചിട്ട് ഇതിൻ്റെ പുറകിലോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് സ്റ്റെമ്മ്. അപ്പോൾ എല്ലാവരും ഇതും നമ്മുടെ കുർത്തി, ബ്ലൗസ് അതിനൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ്. വളരെ എളുപ്പത്തിൽ കിട്ടും. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ആദ്യം ഇങ്ങനെ കുത്തിയെടുക്കണം. പിന്നെ ആ കുത്തിയെടുത്ത ഭാഗത്തു നിന്ന് തന്നെ ഒരു ചെറിയ ഗ്യാപ്പിൽ ഇങ്ങനെ എടുത്തിട്ട് ആ നൂലകത്തോട്ടാണ് വരാനുള്ളത്. അപ്പോഴേ ഒരു ചെയിനായിട്ട് വരുള്ളൂ. അതുപോലെ ഇതിങ്ങനെ വീണ്ടും അതിനകത്തൂടി കോർത്ത് വീണ്ടും ആ നൂലകത്തിടേണ്ടതാണ്. എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. ആ നൂല് അപ്പുറത്തോട്ടാണ് ഇടേണ്ടത്. അകത്തൂടി സൂചി കുത്തിയെടുത്ത് ഈ നൂല് ഇതുപോലെ ആക്കിയാൽ മതി. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ചെയിൻ സ്റ്റിച്ചാവും. അപ്പോൾ എൻ്റെ കുഞ്ഞിലെ ഞാൻ ഒരുപാട് എംബ്രോയ്ഡറി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 5th സ്റ്റാൻഡേർഡിലൊക്കെ ടീച്ചർ വന്ന് പഠിപ്പിക്കുന്ന ഒരു സ്റ്റിച്ച് ഓർമ്മയുള്ളത് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് മാത്രമാണ്. അപ്പോൾ പിന്നെയുള്ളത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന് 2 ലൈനാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നിന്ന് ആദ്യം കുത്തിയെടുത്തിട്ട് നേരെ താഴോട്ട് കുത്തരുത്. നടുവിൽ വെച്ചിട്ട് നേരെ ഈ നടുവിൽ വെച്ചിട്ട് നേരെ മുകളിലോട്ട് കുത്തിയെടുക്കുക. ഇതും ചെയിന് പോലെയാണ്. ആ നൂല് മുകളിലോട്ടാണ് വരേണ്ടത്. ആ മുകളിൽ നിന്നാൽ മാത്രമേ അത് ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ ഷോളോ ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, സൈഡ് ഇങ്ങനെ നൂല് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഈ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. മിക്കവാറും ബ്ലാങ്കറ്റിലാണ് അതുപോലെ കണ്ടിട്ടുള്ളത്. പണ്ടൊക്കെയുള്ള ബ്ലാങ്കറ്റിൽ, ഇപ്പോൾ അങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ മെഷീനാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പണ്ടൊക്കെ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് സ്പീഡപ്പ് ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ മാക്സിമം ഞാൻ ചുരുക്കിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്തത് ഫ്രഞ്ച് നോട്ടാണ്. ഈ പൂമ്പൊടിക്കോ പിന്നെ ഇപ്പോഴത്തെ മിക്കവാറും ഡ്രസ്സ് ഡിസൈനിങ്ങൊക്കെ ഈ ഫ്രഞ്ച് നോട്ട് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഫ്രഞ്ച് നോട്ട്സ് ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം അടിവശത്തുനിന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം കെട്ടിട്ടെടുക്കുക. നോട്ട് എന്ന് പറഞ്ഞാൽ കെട്ടാണ്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആദ്യം ഇതിങ്ങനെ കുത്തിയെടുക്കുക. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കുത്തി മുകളിലോട്ടെടുത്തിട്ട് തൊട്ടടുത്ത് നിന്ന് തന്നെ അധികം ഗ്യാപ്പ് ഇടാണ്ട് തൊട്ടടുത്ത് നിന്ന് കുത്തിയെടുത്ത ആ ഭാഗത്ത് നിന്ന് തന്നെ വീണ്ടും ഒന്നിങ്ങനെ കുത്തിയെടുക്കുക. അതിനുശേഷം ആ നൂലെടുത്ത് ഇതുപോലെ കറക്കി ഒന്ന് ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു നോട്ടാവും. പിന്നിട്ട് സൂചി ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോഴത്തേനും ആവും. പിന്നെ അത് ബലത്തിൽ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ താഴ്ത്തിയെടുക്കുന്നതാണ് ഫ്രഞ്ച് നോട്ട്. അപ്പോൾ അത് ഫ്രഞ്ച് നോട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്രഞ്ച് നോട്ട് ഈ നെക്ക് ഡിസൈനിലൊക്കെ ഒരുപാട്, അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ സ്ലീവിലൊക്കെ ഒരുപാട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇടയ്ക്ക് സീക്വൻസോ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. അടുത്തത് ബുള്ളിയൻ നോട്ടാണ്. ബുള്ളിയൻ നോട്ടും ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സൂചി ഒന്ന് കുത്തിയെടുത്തിട്ട് സൂചി വലിക്കാതെ തന്നെ ആ സൂചിയിലോട്ട് ഒരു 8ഓ 9ഓ, ഇപ്പം ഞാൻ 9ആണ് ഇട്ട് കാണിക്കുന്നത്, 10ഓ 11ഓ 12ഓ 20 25 ഒരുപാട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വലിച്ചെടുക്കാൻ എളുപ്പമാണെങ്കിൽ എത്ര വേണമെങ്കിലും ചുറ്റിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ വലിക്കുമ്പോൾ കിട്ടും.
പിന്നെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ താഴ്ത്തിയെടുക്കാം. അപ്പോൾ ഈ ബുള്ളിയൻ നോട്ട് പ്രധാനമായിട്ടും ബുള്ളിയൻ ഫ്ലവേഴ്സ് വളരെ ഭംഗിയാണ് കാണാനായിട്ട്. മുന്നേയുള്ള വീഡിയോയിൽ ബുള്ളിയൻ റോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. നേരിട്ട് കാണാൻ ഒരുപാട് ഭംഗിയുള്ളതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് പേഴ്സണലി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് പ്രത്യേകം സൂക്ഷിച്ച് വെച്ചിട്ടുള്ളൊരു വർക്കാണ് ആ ബുള്ളിയൻ ഫ്ലവേഴ്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ബുള്ളിയൻ നോട്ട് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ക്രോസ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ക്രോസ് ആയിട്ടിരിക്കും. അറിയാമല്ലോ ക്രോസ് എങ്ങനെയാണെന്നുള്ളത്. എക്സ് ഷേപ്പിൽ ആദ്യം മുകളിലൊന്ന് കുത്തി നടുവിലോട്ടാണ് കുറച്ച് അകലെന്ന് നടുവിലോട്ട് എടുക്കുക. ഇതുപോലെ എടുത്തിട്ട് വീണ്ടും ആദ്യത്തെ കുത്തിയതിൻ്റെ തൊട്ട് മുകളിലോട്ട് എടുത്തിട്ട് വീണ്ടും ആ താഴ്ഭാഗത്തോട്ട് എടുക്കുക. ഞാനിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലോങ് ആയിപ്പോയത്. അപ്പോൾ വേണ്ടാന്നുള്ളവർക്കൊന്ന് സ്പീഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. കാരണം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഷോർട്സ് ഇടുന്നതിനാണ് എനിക്കിഷ്ടം. പക്ഷേ ഷോർട്സ് ഇട്ടാൽ ഇതൊന്നും മനസ്സിലാവുമെന്ന് തോന്നണില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഇട്ടത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ക്രോസ് സ്റ്റിച്ച്. ക്രോസ് സ്റ്റിച്ച് നമ്മുടെ നെക്കിലൊക്കെയാണ് അധികവും യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ലീവിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലേസി ഡേസിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഒരു 8 ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നടുവിലോട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് നടുവിലെന്നും ആദ്യം ഒരു ലൈനിലോട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. ഇതും ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ അതുപോലെയാണ്. നൂലകത്ത് കിടക്കണം. പിന്നെ ഒരു വ്യത്യാസം എന്നുള്ളത് തയ്ച്ച് കഴിഞ്ഞ് മുകൾ ഭാഗത്തൂടി ഇങ്ങനെ താഴ്ത്തിയെടുക്കണം എന്നുള്ളതാണ്. വീണ്ടും നടുവിലോട്ട് കുത്തിയെടുത്ത് ആ നൂലകത്തോട്ടാക്കിയിട്ട് വീണ്ടും ഇങ്ങനെ നൂല് വലിക്കുമ്പോഴത്തേക്കും ഒരു ലേസി ഡേസിയുടെ ഒരു ലീഫ് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലോട്ടാണ് കുത്തി താഴ്ത്തിയെടുക്കാനുള്ളത്. ഇത് സിംഗിൾ ലേസി ഡേസിയാണ്. ഡബിൾ ലേസി ഡേസി ചെയ്യുന്നത് ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കൂടി ഒരു പ്രാവശ്യം കൂടി ഒന്ന് തയ്ച്ചെടുക്കുന്നതിനാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും എപ്പോഴും പറയുന്നത് പോലെ ഡ്രസ്സിലൊക്കെ അടിപൊളിയായിരിക്കും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ലേസി ഡേസി. അടുത്തത് നമ്മുടെ സ്പൈഡർ വെബ് ഓവൻ സ്റ്റിച്ച് എന്ന് പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്റ്റിച്ചാണ്. ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഒരിതാണ്. ഒരു റൗണ്ടിൽ 3 ലൈൻ വരച്ചു കൊടുക്കുക. ഇപ്പോൾ 3 ലെയറാണ് ഞാൻ എടുക്കുന്നത്, 3 പെറ്റലുള്ളത്. അപ്പോൾ നിങ്ങൾ 5, 7, 9 അങ്ങനെ പെറ്റൽസിലൊക്കെ ചെയ്യാം. ഇത് ഞാൻ 3ലാണ് ചെയ്യുന്നത്. 3 ലൈൻസും ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് നടുവിലോട്ടൊന്ന് കുത്തി മുകളിലോട്ട് എടുക്കുക. പിന്നെ ഉപയോഗിക്കേണ്ടത് സൂചിയുടെ പുറകുവശമാണ്. പുറകുവശം യൂസ് ചെയ്ത് ഒരു സ്റ്റിച്ചിൻ്റെ അടിവശത്തൂടി നൂലെടുക്കണം, ഒന്നിൻ്റെ മുകളിൽ കൂടി. അങ്ങനെ ഓരോ ഇടവിട്ട് അടിവശത്ത് മുകളിൽ എന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് നെയ്ത് ആ ഒരു ഓവൻ എന്ന് പറഞ്ഞാൽ നെയ്തെടുക്കുന്ന ആ ഒരു ടൈപ്പിൽ ചെയ്തെടുക്കുന്നതാണ്. എനിക്ക് പേഴ്സണലി ഈ 3 പെറ്റലിൻ്റെയാണ് ഇഷ്ടം. കാരണം നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.